വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2026 പബ്ലിക് എക്സാം അടുത്തുവല്ലോ. +2 കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് എക്കണോമിക്സ്. എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് മാക്രോ എക്കണോമിക്സ്. സോ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഓരോ ചാപ്റ്റേഴ്സിനും 2026 പബ്ലിക് എക്സാമിന് കൊടുത്തിട്ടുള്ള ചാപ്റ്ററിന് കൊടുത്തിട്ടുള്ള വെയിറ്റേജും ആ മൈക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട 6 ചാപ്റ്ററുകളിൽ ഈ പബ്ലിക് എക്സാമിന് 2026 പബ്ലിക് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സോ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. സോ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സിലെ ഓരോ ചാപ്റ്റേഴ്സും ആ ചാപ്റ്ററിനുള്ള വെയിറ്റേജും ആ ചാപ്റ്ററിന് ചോദിക്കാൻ ഈ 2026 പബ്ലിക് എക്സാമിന് +2 എക്കണോമിക്സ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മാക്രോ എക്കണോമിക്സിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. ഈ ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് കൊടുക്കുന്നത് 3 മാർക്കാണ്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. SA ക്വസ്റ്റ്യനൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. മാക്രോ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും ഈ ചാപ്റ്ററിനാണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിനാണ്. പിന്നെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നുണ്ട്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന് 12 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 6 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഫോർത്ത് ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണ്ണയം. ഈ ഒരു ചാപ്റ്ററിന് 7 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. ദെൻ ഫിഫ്ത്ത് ചാപ്റ്റർ ഗവൺമെൻറ് ആൻഡ് ബഡ്ജറ്റ്, ഇതിന് 6 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. ദെൻ സിക്സ്ത് ചാപ്റ്റർ ഓപ്പൺ ഇക്കോണമി, ഇതിനും ഒരു 6 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. സോ ഇങ്ങനെ 6 പാഠഭാഗങ്ങളാണ് +2 എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മാക്രോ എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററിനും ഇത്രയൊക്കെയാണ് വെയിറ്റേജ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. ആ ഒരു ചാപ്റ്ററിനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളതും. SA ക്വസ്റ്റ്യൻ വരുന്നതും മാക്രോ എക്കണോമിക്സിൻ്റെ SA ക്വസ്റ്റ്യൻ വരുന്നതും ഈ ഒരു പൊതുവെ വരുന്നതും ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഈ വെയിറ്റേജിനനുസരിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കവർ ചെയ്ത് നോക്കാം. മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. ഈ ഒരു ചാപ്റ്ററിന് 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930, 1930 മഹാമാന്ദ്യം. നമുക്കറിയാം 1930 മഹാമാന്ദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേൾഡിൽ മാക്രോ എക്കണോമിക്സിന് കൂടുതൽ ആവിർഭാവം നേടിയത്. ആ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930 പറ്റി നമുക്ക് 2 തൊട്ട് 4 മാർക്കിന് വരെ പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ക്ലാസിഫൈ ഇൻ ടു മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തരും. അതിലേതാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്, ഏതാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നതെന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് 2 തൊട്ട് 4 മാർക്കിന് വരെ ഈ ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. ദെൻ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഒരു ഓപ്പൺ എക്കണോമിയിലെ പ്രധാനപ്പെട്ട സെക്ടേഴ്സ്, ഫേം സെക്ടർ, ഹൗസ് ഹോൾഡ് സെക്ടർ, അങ്ങനെ ആ സെക്ടേഴ്സിനെ പറ്റി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സെക്ടേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. അത് ഒരു 2 തൊട്ട് 4 മാർക്ക് വരെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇൻട്രഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സിൻ്റെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രതീക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ വെയിറ്റേജും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ SA ക്വസ്റ്റ്യനൊക്കെ മാക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ. ഈ ഒരു ചാപ്റ്ററിന് 2 തൊട്ട് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് GDP ഡിഫ്ലേറ്റർ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ അനലൈസ് ഇറ്റ്. എന്താണ് GDP ഡിഫ്ലേറ്റർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്കൊരു ഇവിടെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ GDP ഡിഫ്ലേറ്റർ ഫൈൻഡ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യാനും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 2015 GDP കറണ്ട് പ്രൈസ് 8,500, 2015
ജി ഡി പിയിലെ കോൺസ്റ്റൻറ്റ് പ്രൈസ് 7,000. അപ്പോൾ ഈ ഡാറ്റ വെച്ചിട്ട് ജി ഡി പി ഡീഫ്ലേറ്റർ കണ്ടെത്തിയിട്ട് അത് അനലൈസ് ചെയ്യാനും നമ്മളോട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റിന് 2 തൊട്ട് 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നൊരു തിയറി ക്വസ്റ്റ്യനാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി. ഒരു സിമ്പിൾ എക്കോണമിയിലെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹത്തിനെ പറ്റി എന്ത് ചെയ്യാനുണ്ട്, കവർ ചെയ്യാനുണ്ട്. അതൊരു 4 മാർക്കിന് വരെയാണ് ചോദിക്കാറുള്ളത്. ദെൻ നെക്സ്റ്റ് പിന്നെ ചോദിക്കാറുള്ളത് ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഫൈനൽ ഗുഡ്സ്, അതിൻ്റെ കോൺസെപ്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗുഡ്സിൻ്റെ പേര് തരും, അതിലേതൊക്കെയാണ് ക്യാപിറ്റൽ ഗുഡ്സ്, ഏതാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഏതാണ് ഫൈനൽ ഗുഡ്സ് എന്ന് കണ്ടെത്താനായിട്ടുള്ള ചോദ്യം ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് വണ്ണ് തിയറി ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ജി ഡി പി ഈസ് എ ഗുഡ് മെഷർ ഓഫ് വെൽത്ത്. കമൻറ്റ്. ജി ഡി പി നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമം അളക്കാനുള്ളൊരു മെഷറാണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ പ്രസ്താവനയെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യാനാണ്, നിങ്ങളോട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ജി ഡി പി യഥാർത്ഥത്തിൽ നമ്മുടെ ക്ഷേമത്തിനെ അളക്കുന്നുണ്ടോ, രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനാണോ പ്രതിനിധീകരിക്കുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റി നമുക്ക് എഴുതാൻ പറ്റണം. ഒരു 4 മാർക്കിന് വരെയാണ് അത് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിഫൈ ഗുഡ് ഇൻറ്റു ക്യാപിറ്റൽ ഗുഡ്, കൺസ്യൂമർ ഗുഡ്സ്. നമുക്ക് കുറച്ച് ഗുഡ്സ് തരും, അതിൽ ക്യാപിറ്റൽ ഗുഡ് ഏതാണ്, കൺസ്യൂമർ ഗുഡ്സ് ഏതാണെന്ന് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം. പിന്നെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ജി ഡി പി, ജി ഡി പിയുമായി ബന്ധപ്പെട്ട, ജി ഡി പിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന്. ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട് നമുക്കറിയാലോ. ആ 3 മെത്തേഡ് പ്രകാരം നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. അതുപോലെ ജി ഡി പി മാത്രമല്ല, ജി എൻ പി, എം പി, ജി ഡി പി എഫ് സി, അതും ജി ഡി പിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. അത് മൊത്തം ചോദിക്കുന്ന സമയത്ത് ഒരു 8 മാർക്കിനൊക്കെ എസ് എ ക്വസ്റ്റ്യനായിട്ട് എല്ലാ പരീക്ഷ പേപ്പറിലും ഉണ്ടാവാറുണ്ട് ജി ഡി പിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന്. സോ അത് നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററിന് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു കാൽക്കുലേഷൻ ഓഫ് ജി ഡി പി. ദെൻ ഇത്രയാണ് ഈ ഒരു നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററാണ്, തേർഡ് ചാപ്റ്ററാണ് മാക്രോ എക്കണോമിക്സിലെ മണി ആൻഡ് ബാങ്കിങ്. ഈ ഒരു ചാപ്റ്ററിൽ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ് ഓഫ് മണി സപ്ലൈ. M1, M2, M3, M4 ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിനെപ്പറ്റി ഒരു 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ M1, M2, M3, M4 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ നെക്സ്റ്റ് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ സ്പെക്യുലേറ്റീവ് മോട്ടീവ് ആൻഡ് ലിക്വിഡിറ്റി ട്രാപ്പ്. സ്പെക്യുലേറ്റീവ് മോട്ടീവിനെ പറ്റിയും ലിക്വിഡിറ്റി ട്രാപ്പിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു 4 മാർക്കിന് വരെയൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഫോർത്ത് വൺ, ഡിഫൈൻ ദ മോണിറ്ററി പോളിസി. ആർ ബി ഐയുടെ മോണിറ്ററി പോളിസീനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ആർ ബി ഐ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൺട്രോൾസ് ദ മണി സപ്ലൈ ഇൻ ദ കൺട്രി ത്രൂ ഇറ്റ്സ് ഇൻസ്ട്രുമെൻറ്റ്. ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ ആർ ബി ഐ പണത്തിൻ്റെ പ്രധാനത്തിന്, മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത്, ആ ഇൻസ്ട്രുമെൻറ്റുകൾ ഏതൊക്കെയാണ്, അവയെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ ഇത്രയാണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കണ്ടൻറ്റുകൾ, ടോപ്പിക്കുകൾ. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ. ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണ്ണയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എം പി സി ആൻഡ് എം പി എസ്. എം പി സിയും എം പി എസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഇൻകം ജനറേറ്റഡ് വെൻ ദർ ഈസ് എൻ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 100 crore ഇൻ ആൻ എക്കോണമി. നമ്മളോട് വാല്യൂ മൾട്ടിപ്ലയറും അതുപോലെ ഇൻകം ജനറേറ്റഡും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ഈ ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാം. ക്വസ്റ്റിനിൽ നമുക്ക് എം പി സി കൊടുക്കും, എന്നിട്ട് നമ്മളോട് വാല്യൂ ഓഫ് മൾട്ടിപ്ലയറും ഇൻകം ജനറേറ്റഡും കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഇങ്ങനെ എയും ബിയും ഇതും അടക്കം ഒരു 4 മാർക്കിനൊക്കെയാണ് പ്രതീക്ഷിക്കാം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അടുത്തത് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, മിനിമം ഒരു 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇൻ ആൻ എക്കോണമി ഇഫ് എം പി സി ഈസ് 6.6 ആൻഡ് എം പി എം 0.05,
ഇങ്ങനെ MPC 0.6 എന്നും കൊടുക്കും. അതുപോലെ MPM 0.05 എന്നും കൊടുത്തിട്ട് നമുക്ക് ഓപ്ഷൻ എ ടാക്സ് മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യാനും, ഓപ്ഷൻ ബി ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കാൽക്കുലേറ്റ് ചെയ്യാനും, ഓപ്ഷൻ സി ഓപ്പൺ ഇക്കണോമി മൾട്ടിപ്ലയറും കാൽക്കുലേറ്റ് ചെയ്യാനും. ഇത് 3 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. ഇങ്ങനെ ഒരു 4 തൊട്ട് 6 മാർക്കിന് വരെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണിത് ഈ ഒരു ക്വസ്റ്റിന്. ദെൻ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിന് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന് ചോദിക്കാൻ 4 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ പാരഡക്സ് ഓഫ് ത്രിഫ്റ്റ്. എന്താണ് പാരഡക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതൊരു 4 മാർക്കിനൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്ററാണ് 5th ചാപ്റ്ററാണ് ഗവൺമെൻറ് ആൻഡ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. കണ്ടക്ട് എ ഡിസ്കഷൻ ഓൺ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ഓഫ് ഡെഫിസിറ്റ്. പലതരത്തിലുള്ള ഡെഫിസിറ്റുകളുണ്ടല്ലോ, റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്. അപ്പോൾ ഈ ഡെഫിസിറ്റുകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു 4 മാർക്കിനൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചാപ്റ്ററിന്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റ് ഇൻ ദ ഡയഗ്രാം എഫക്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. അത് ഈ ഒരു ക്വസ്റ്റ്യന് 4 തൊട്ട് 6 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴും ടാക്സ് കുറയുമ്പോഴൊക്കെ ഇക്വിലിബ്രിയം ഇൻകത്തിൽ എന്തൊക്കെയാണ് മാറ്റം ഉണ്ടാവുക, അത് ഡയഗ്രത്തിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഡയഗ്രം രൂപത്തിൽ വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. 4 തൊട്ട് 6 മാർക്കിന് വരെയൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു കാൽക്കുലേഷൻ ഓഫ് വേരിയസ് ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന് വരെയൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. പിന്നെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഫിനാൻസ് മിനിസ്റ്ററി നടപ്പിലാക്കുന്ന ഫിസിക്കൽ പോളിസി, ധനനയത്തിനെ പറ്റി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 തൊട്ട് 4 മാർക്കിന് വരെയൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മിനിമം ഈ ഒരു ഗവൺമെൻറ് ആൻഡ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ഓപ്പൺ ഇക്കോണമി, തുറന്ന സമ്പദ് വ്യവസ്ഥ. ഈ ഒരു ചാപ്റ്ററിന് 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ BOP ആൻഡ് BOT, ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡ്, അടവ് സിസ്റ്റവും വ്യാപാര സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നൊരു 2 തൊട്ട് 4 മാർക്കിന് വരെയൊക്കെ ചോദിക്കാം. പിന്നെ 2 തൊട്ട് 4 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന് ദ എക്സസ് ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ സേവിങ് ഓഫ് എ കൺട്രി 5,000 crores and the amount of budget deficit is 50 crores. What was the trade deficit of the country? ട്രേഡ് ഡെഫിസിറ്റിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒരു 2 തൊട്ട് 4 മാർക്കിന് വരെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 തൊട്ട് ഇതേ വെയിറ്റേജ് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് ഇൻ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഫോഴ്സസ് ഓഫ് ദ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമുക്കറിയാം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഒരു രാജ്യത്തിലെ കറൻസി റേറ്റ് തീരുമാനിക്കുന്ന ഒരു മെത്തഡാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം മണി സപ്ലൈനെ നിർണ്ണയിക്കുന്ന, എക്സ്ചേഞ്ച് റേറ്റിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാർക്കറ്റ് ഡിമാൻഡ്, മാർക്കറ്റ് സപ്ലൈ. ദെൻ ഇല്ലുസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇൻ ഡ്രമാറ്റിക്കലി. ഈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്, അഥവാ മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും എത്രത്തോളം എക്സ്ചേഞ്ച് റേറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യന് 2 തൊട്ട് 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. സോ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിച്ചു പോകണം ഈ ഒരു എക്സാമിനേഷന്. എന്നാൽ ഒരു എബോവ് 90% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. സോ ഓരോ ചാപ്റ്ററും നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ ഓരോ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും ഓരോ ചാപ്റ്ററിലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.